കുറച്ച് അങ്ങനെ കാണിച്ചു കൊടുക്കാം. ആ അതന്നെ. സ്റ്റാർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളിപ്പോൾ ചൂരൽമലയിൽ ആണുള്ളത്. ഇവിടെ നടന്ന ദുരന്തത്തിൻ്റെ ആഴം ഇവിടെ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ കാണുന്ന ഭാഗത്തുനിന്ന് ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതുപോലെ അവിടെ നിന്ന് വേറൊരു പുഴയും കൂടി, രണ്ട് പുഴയിലെ വെള്ളം കൂടെ ഈ ജംഗ്ഷനിൽ കിടന്ന് ബ്ലോക്കായിട്ട് ഉടനെ രണ്ടാമതൊരു ഉരുൾപൊട്ടലിനും കൂടി ഫലമായിട്ട് ഒന്നിച്ചങ്ങ് വെള്ളവും ചളിയും മരങ്ങളും പാറക്കൂട്ടങ്ങളെല്ലാം കൂടെ അന്ന് വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഈ ഏരിയ ഒക്കെ കണ്ടമാനം വീടുകളായിരുന്നു. ഇഷ്ടം പോലെ വീടുകളും അതൊക്കെയാണ് തകർന്നു പോയത്. അതിൻ്റെ ഒരുപാട് ബാക്കി ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു വീടിൻ്റെ ഭാഗം കണ്ടില്ല, ആ വീട്ടിൽ കല്ലിടുമ്പൻ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അവിടെ ആയത്തുൽ കുർസിൻ്റെ ബോർഡുണ്ട്. അതുപോലെ തന്നെ ബാക്കിലൂടെ പുഴ ഒഴുകി വരുന്നുണ്ട്. കുറേ ഡ്രസ്സുകൾ കാണുന്നുണ്ട്, നോട്ട് പുസ്തകങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അലമറകളൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഈ വീട് അല്പമെങ്കിലും ഇങ്ങനെ ബാക്കിയുണ്ട്. അതേസമയം ഈ പരിസരത്തും ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകളാണ് ഉണ്ടായിരുന്നത്. ആ വീടുകളൊന്നും ഇപ്പം അതിൻ്റെ തറ പോലും കാണില്ല. വലിയ വലിയ മരങ്ങൾ ഇവിടെ ഇങ്ങനെ ഒഴുകി വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കിയാൽ ഒരുപാട് വാഹനങ്ങൾ കാണാൻ പറ്റും, സ്കൂട്ടറുകളും അതേപോലെ പിന്നെ ഉപകരണങ്ങൾ, സ്കൂട്ടീൻ്റെ ഹെൽമറ്റുകൾ, അങ്ങനെ ഒരു വീട്ടിലാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ വീടായിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇതെല്ലാം ഇവിടെ സംഭവിച്ചത്. നോക്കൂ ഈ വീടിൻ്റെ അവസ്ഥ. ആ വീട് ഇപ്പോൾ അതിലെത്ര പേര് ഈ ഭൂമി ലോകത്തുണ്ട് എന്നുള്ളത് നമുക്കൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഒരു തറ, ഒരു മതിൽ മാത്രം അവശേഷിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. നോക്കൂ, പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ, മരത്തിൻ്റെയും ജനലിൻ്റെയും മേശൻ്റെയൊക്കെ ഉടുപ്പുവരികൾ, അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ ഇവിടെ, സൈക്കിൾ ടയറുകളുണ്ട്. അങ്ങനെ എല്ലാ സംഗതികളും, ഗ്രില്ലുകൾ, ഇങ്ങനെ ഒരു ദുരന്തം, മഹാദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും, അവിടെയാണ് പിന്നെ മുണ്ടക്കൈ എന്ന സ്ഥലം. അവിടെ നിന്ന് ഉരുൾപൊട്ടി ഒന്നിച്ചങ്ങ് ഒഴുകിയിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള കൂറ്റൻ പാറക്കല്ലുകളാണ്. പാറക്കല്ലുകളുടെ ഒരു ശവപ്പറമ്പായിട്ട് മുണ്ടക്കൈ ചൂരൽമല മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഒരുപാട് പിന്നെ പാറക്കല്ല്, അതിൻ്റെയൊക്കെ വലുപ്പം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്നും അതിൻ്റെ അളക്കാൻ കഴിയില്ല. ആ രൂപത്തിലുള്ള പാറക്കല്ലുകൾ വന്ന് വീടിൻ്റെ മുകളിൽ കൂട്ടിയിടിച്ച് കൊണ്ട് വീടൊക്കെ തച്ച് തകർത്ത്, ചില വീടിൻ്റെ തറ പോലും ബാക്കിയാവാത്ത കോലത്തിൽ എല്ലാം നക്കി തുടച്ചുകൊണ്ട് ഈ ഒരു പ്രകൃതി ദുരന്തം ഇതിലൂടെ കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ ഈ വീടുകൾ കാണാൻ കഴിയും. ആ വീട് അതിൻ്റെയൊക്കെ ഭാഗികമായി ഞാൻ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. അതുപോലെ ആ വീടും, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. ഇവിടെ ചെറിയ മഴ ഇപ്പം ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഞങ്ങളെ കടത്തി വിടാനൊക്കെ ആളുകൾക്ക്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മടിയുണ്ടായിരുന്നു. പിന്നെ പാസ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റിയിട്ടുള്ളത്. ഏതാനും ചില ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ദുരന്തം നേരിട്ട് കാണാൻ. അപ്പോൾ ഇതൊന്നും ഒരു സെൽഫി എടുത്ത് ആഘോഷിക്കേണ്ട സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല. കൂടുതൽ ആളുകൾക്കൊക്കെ ദുരന്തം നേരിട്ട് മനസ്സിലാക്കാൻ. നോക്കൂ നിങ്ങൾ, ആ കാണുന്ന അവിടെ ഒരു പച്ച മിനാറുള്ള ഇത് കാണാൻ കഴിയും. അത് മുണ്ടക്കൈ പള്ളിയാണ്. ആ പള്ളിയിൽ കിടക്കുന്ന ഇമാമ് മരണപ്പെട്ടു പോയിട്ടുണ്ട് ദുരന്തത്തിലും. അതിൻ്റെ പരിസരത്ത് ഒരുപാട് വീടുകളുണ്ടായിരുന്നു, റോഡുകളുണ്ടായിരുന്നു, നല്ല മനോഹരമായ ഗാർഡനുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീടിനെ മനോഹരമാക്കുന്ന എല്ലാ സംഗതികളും ഇന്ന് കണ്ടാലും അതൊരു വീട് നിന്ന സ്ഥലമാണ് എന്നൊരിക്കലും മനസ്സിലാകാൻ പറ്റാത്ത രൂപത്തിൽ ഫുൾ എംപ്റ്റി ആയിട്ട്, കാലിയുള്ള സ്ഥലമായിട്ട് മാറിക്കുക. നോക്കൂ ഈ പാറക്കല്ലിൻ്റെയൊക്കെ ഒരു വലിപ്പം. ഇത് എങ്ങനെ ഇവിടെ ഒഴുകിയെത്തി എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അവിടെയൊക്കെ കണ്ടില്ല വീടിൻ്റെ ഒരാളുകൾ
ആ വീട്ടുകാരായിരിക്കും ചിലപ്പോൾ വീടിൻ്റെ സാധനങ്ങളൊക്കെ തിരയാൻ വേണ്ടി വന്നതായിരിക്കും. അങ്ങനെ വലിയ വലിയ പ്രയാസങ്ങൾ നിറഞ്ഞ ആളുകൾ. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാൻ തറ ബാക്കിയായിട്ടുണ്ട്. ആ തറയുടെ പല ഭാഗങ്ങളും തീർച്ചയായിട്ടും പോയി, അല്പം ചില ഭാഗങ്ങൾ മാത്രം കാണുന്നു. അപ്പോൾ എത്ര ഉയരത്തിൽ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത് കുറച്ച് ഉയരമുള്ള ഭാഗമാണ്. ഈ ഉയരത്തിൽ, എത്ര ഉയരത്തിൽ ഇവിടെ വെള്ളവും മണ്ണും പാറക്കല്ലുകളും ഉരുണ്ട് വന്നു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ മനുഷ്യ ശരീരങ്ങളുണ്ടാകും. ഏകദേശം 200 ആളുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അവർ മണ്ണിൻ്റെ ഏത് ഭാഗത്താണെന്നറിയില്ല. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 5ഉം 10ഉം ഒക്കെ ആളുകൾ മരിച്ചതിൽ നിന്ന് 3-4 ആളുകളൊക്കെ മയ്യത്തുകൾ കിട്ടാനുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ദുരന്ത ഭൂമിയാണ് നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഈ കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ ആളുകളുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. അവർക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല. പലർക്കും ഉറ്റവരും ഉടയവരുമടക്കം എത്രയോ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു. അതിൻ്റെ ദുഃഖമൊന്നും ഒരു കാലത്തും നമുക്ക് തീർക്കാൻ, ആശ്വസിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് ആ ദുഃഖം ഒരിക്കലും തീരുകയില്ല. അതോടൊപ്പം അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയ സമ്പത്തുകളെല്ലാം ഒരു നിമിഷ നേരം കൊണ്ടാണ് ഇല്ലാതായിപ്പോൾ. നോക്കൂ, താഴ്ഭാഗത്ത് കുതിച്ചൊഴുകുന്ന പുഴയാണ് കാണുന്നത്. ഈ പുഴക്കൊന്ന് വലിപ്പം വെച്ചത് കൊണ്ടാണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, ഇതിന് താഴെയൊക്കെ മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന്, അതേപോലെ ഈ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തു നിന്നും കൂടി വെള്ളം ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നിന്നും ഉരുൾപൊട്ടി കുറച്ച് വെള്ളം ഇവിടെ വന്നു നിന്നു. അതുപോലെ ഈ ഭാഗത്ത് നിന്നും ഉരുൾപൊട്ടി വെള്ളം, വലിയൊരു ഡാം പോലെ ഇവിടെ നിന്നു. അപ്പോൾ വെള്ളവും മണ്ണും കൂടി ഒന്നിച്ചങ്ങ് പൊട്ടിയിട്ട് 2 ഭാഗത്തു നിന്നും വന്ന പാറക്കല്ലുകൾ ഒരുമിച്ച് കൂടി വെള്ളത്തോട് ഇവിടെ ഒന്നിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഈ ദുരന്തം ശക്തിയായത് എന്നാണ് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. നോക്കൂ, ഇതൊന്നും പുഴയല്ല. ഈ പുഴ കുറച്ച് അപ്പുറത്തുകൂടെയാണ് ഒഴുകിയിരുന്നത്, ആ ഭാഗത്തൂടെ. പക്ഷേ ഇന്ന് പുഴ ഗതി മാറി ഒഴുകുകയാണ്. ഈ പുഴ നിൽക്കുന്നിടത്തും ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓഫീസുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യ സമൂഹം ജീവിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ട്, അതെല്ലാം പിന്നെ ഒറ്റ രാത്രി എന്ന് പറഞ്ഞാൽ മതിയാവില്ല, ഏതാനും മണിക്കൂറുകളെ കൊണ്ടാണ് ഈ പ്രകൃതി ഇവിടെ സംഹാര താണ്ഡവമാടിയതും. ഇതൊക്കെ വലിയ പാഠമാണ് നമുക്ക്. നാം സുരക്ഷിതരല്ല, നാം വിശ്വാസികളാണ്. ഏതു സമയത്തും നമ്മുടെ ഈ ലോകത്ത് നിന്ന് വിട വാങ്ങേണ്ടവരാണ് എന്നുള്ള ഒരു വലിയ പാഠം നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യൻ എന്ത് അധ്വാനിച്ചുണ്ടാക്കിയാലും എന്ത് സമ്പാദിച്ചാലും അതൊന്നും ശാശ്വതമല്ല, അതൊക്കെ നൈമിഷികമാണ് എന്നുള്ള വലിയ പാഠം നമ്മൾ പഠിപ്പിക്കുക. നോക്കൂ, ഈ വീട്, ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ ഇതിൽ മതിലുകളും മറ്റൊക്കെ തകർന്ന് ആകെ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയായി മാറിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും വലിയ പാറക്കല്ലുകൾ. നോക്കൂ, എത്ര, ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ചെറുതും വലുതുമായ ഭീകരമായ രൂപത്തിലുള്ള പാറക്കല്ലുകളൊക്കെ ഒഴുകിയിട്ട് ഇവിടെയുള്ള മണ്ണും മരങ്ങളും കല്ലുകളും വീടുകളും അതുപോലെ തന്നെ കാറും ജീപ്പും ഒരു വീട്ടിലെ വാഹനങ്ങളുമെല്ലാം തീർച്ചയായിട്ടും അത് ആ രൂപത്തിൽ ഇങ്ങനെ തകർന്ന് തരിപ്പണമായതായിട്ട് കാണുകയാണ്. അപ്പോൾ നമ്മൾ വളരെ വളരെ ദുസ്സഹമായ വഴിയിലൂടെയാണ് പോകുന്നത്. നോക്കൂ, ചളിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യമാണുള്ളത്. കുതിച്ചൊഴുകുന്ന പുഴ, കുതിച്ചൊഴുകുന്ന പുഴയാണ് ഇവിടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ശക്തി ഇതിനേക്കാൾ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ. ഇപ്പോൾ ഈ ശക്തി ഒക്കെ ക്ഷയിച്ചു പോയിട്ടുണ്ട്. ഒരു കിണർ ഇവിടെ കാണാൻ പറ്റും. ഈ കിണർ നേരത്തെ ഉള്ള കിണറാണോ അതല്ല പിന്നീട് രൂപം കൊണ്ടതാണോ എന്നറിയില്ല. ആ രൂപത്തിലുള്ള വലിയ
പ്രയാസങ്ങൾ നോക്കൂ. ഒരു ജനലിൻ്റെ ഭാഗം നമുക്കിവിടെ കാണുകയാണ്. അതുപോലെ ഈ രൂപത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. വാഹനമുള്ളവരുണ്ട്, അതുപോലെ ഇത്തരം ദുരന്തങ്ങളും മറ്റൊക്കെ. വലിയ പാറക്കല്ലുകൾ, ഇതൊന്നും നമുക്കൊരിക്കലും എങ്ങനെയാണ് വന്ന് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഒന്നുമില്ല. സത്യത്തിൽ ഇതിലൂടെ ഒഴുകിയത് വെള്ളമാണോ പാറക്കല്ലുകളാണോ എന്നുള്ളത് സംശയമാണ്. ഒരു ബൈക്ക് ഏതോ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായി കൊണ്ടു നടന്നിരുന്ന ഒരു ബൈക്ക്, അത് ഒന്നിനും പറ്റാത്ത കോലത്തിൽ കിടക്കുകയാണ്. ഈ ബൈക്കിൻ്റെ ഉടമ ഒരു പക്ഷേ ഈ ലോകത്ത് ഹയാത്തോടെ ഉണ്ടായിട്ട് കൊള്ളണമെന്നില്ല. അതുപോലെ വീട്ടുപകരണങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ട പാത്രങ്ങൾ, അതേപോലെ കസേരകൾ, പിന്നെ അത് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ, ടേബിളുകൾ, മേശകൾ, അതുപോലെ പുസ്തകങ്ങൾ. ഇതൊക്കെ പുസ്തകം കണ്ടിരിക്കുകയാണ്. യോഗ ദർശൻ 2019 ഒരു പുസ്തകങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഏതോ പുസ്തകത്തിൽ ഉള്ളതാണ്. അതേപോലെ തന്നെ ഒരു മലയാള സാഹിത്യത്തിൻ്റെ ഒരു പുസ്തകം, ദുർലഭം, അങ്ങനെ കുറേ പേരുകളൊക്കെ ഇതിലിങ്ങനെ എഴുതിച്ചിട്ടുണ്ട്. ഇത്രയും ചളികളാണ് ഈ വീട്ടിനുള്ളിലുള്ളത്. ചളികൾ നിറഞ്ഞ ഒരു വീട്, എത്രയോ ആഴത്തിൽ ഉള്ളിലേക്ക് ചളിയും മണ്ണൊക്കെ കയറി ഇറങ്ങി. വീടിൻ്റെ ഡോറാണ് ഈ കാണുന്നത്. ഈ ഡോറൊക്കെ തല്ലിപ്പൊളിച്ചിട്ടാണ് അതിനുള്ളിലേക്ക് ചളിയും മണ്ണെല്ലാം കയറിയിട്ടുള്ളത്. വീടിൻ്റെ അടുക്കള, ഇത് ഏതോ ഒരു പാവപ്പെട്ട ആളുകളുടെ വീടാണെന്ന് തോന്നിപ്പോകുന്നു. ചെറിയ വീടാണ്, ചെറിയ അടുക്കളയാണ്. ഒരു മൂച്ചൊരു പിലാവുണ്ട് ഇതിന് മുമ്പിൽ, അതിനൊന്നും പ്രശ്നം സംഭവിച്ചിട്ടില്ല. അതിപ്പോൾ ഇങ്ങനെ കാണുന്നു നമുക്ക്. അതുപോലെ മറ്റൊരു വീട് നമുക്ക് കാണാൻ കഴിയും. നിറയെ ചെളികളും. ഒരു ബൈക്ക്, വീട്ടിലെ കട്ടിലുകൾ, അതേപോലെ മരുന്ന് കുപ്പികൾ ഒക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അതേപോലെ നിറയെ ചെളിയാണ് ഈ വീട്ടിലുള്ളത്. വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ നിറയെ ചളികൾ എല്ലാ റൂമിലും. ഈ വീട്ടിലുള്ള ആളുകളൊക്കെ എവിടെ പോയി എന്ന്. അതേപോലെ തന്നെ ഒരു ഹാജർ പട്ടിക ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ലത, പ്രേമ, ഇത് എന്തിൻ്റെതാണ് എന്ന് ഒരു കൊടുത്തില്ല. ടീച്ചേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്നാണ് കാണുന്നത്. ഏതോ സ്കൂളിലെ അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥാപനത്തിലെ ഡിക്ഷണറിയോ? അതേപോലെ കല്ലുമ്മൽ ഒരുപാട്, ഇതൊരു അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ താമസിച്ചതാ തോന്നുന്നു. ഡിക്ഷണറികളൊക്കെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഡിക്ഷണറികൾ. ഈ പൂച്ച ഇങ്ങനെ കരയുന്നുണ്ട്. പക്ഷേ പൂച്ചൻ്റെ ഉടമയെ മറ്റൊന്നും കാണാത്തത് കൊണ്ടാവാം ഡിക്ഷണറികൾ. ഒരു ബൈക്ക് ഇവിടെ ഇങ്ങനെ ഏകാന്തനായി കിടക്കുന്നുണ്ട്. ഒരു താൽക്കാലികം വെച്ച് കെട്ടിയ പോർച്ചുണ്ട്. ഒരു പക്ഷേ ചെറിയ വാഹനങ്ങളൊക്കെ നിർത്തിയിടാൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും ഈ പോർച്ച്. ഇതിലുള്ള വാഹനങ്ങൾ, ഇവിടെ വലിയൊരു പാറക്കല്ല് വന്ന് കിടക്കുന്നു. ഇതൊക്കെ ഒഴുകി ഇങ്ങോട്ട് എത്തിയതാണ്. ചില പാറക്കല്ലുകളൊക്കെ പകുതിയിൽ വെച്ച് നിന്നു, ബാക്കി ഒഴുകിയെത്തി. അപ്പോൾ ആ രൂപത്തിൽ
പിന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പൂച്ച നമ്മളെ പിന്നാലെ ഇങ്ങനെ കുറേ ആയി കൂടുന്നു, കരയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നായ ഈ ഭാഗത്ത് ഇങ്ങനെ തെരച്ചിലൊക്കെ. ഇവിടെയൊക്കെ ഓരോ വീടുകളുണ്ട്, ആ വീടിൻ്റെ രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു വലിയൊരു വീട്, ആ വീടൊക്കെ ആകെ നിലം പൊത്തിയിട്ടുണ്ട്. ഫോണിലൊരു ലൈവ് വർക്ക് ഉണ്ടാക്കാം. അത് വലിയ വീട്ടിൽ, ആ വീടിൻ്റെ അവിടെയൊക്കെ നോക്കുന്നത് ആളുകൾ തിങ്ങി താമസിക്കുന്ന വീടാണ്. അവിടെ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ജീപ്പും കാണാൻ കഴിയുന്നുണ്ട്, ഒരു കാറും കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ആ വീട്ടുകാർ ഉപയോഗിച്ച വാഹനങ്ങളായിരുന്നു. ഇന്ന് ആ വാഹനങ്ങൾ അവിടെ ആരും ഓടിക്കാനില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിൽ ആരും താമസിക്കുന്നില്ല എന്നാണ്. ഇവിടെ തന്നെ 2-3 വീടുകളുണ്ട്. എല്ലാ ആളുകളും മരിച്ചു പോയാണ്. അതിന് കറക്റ്റ് സ്ഥാനം എവിടെയാണെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഇവിടെ ഒരു വീട് ഒന്നും പറ്റാതെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് കുറച്ച് ഉയരമുള്ള സ്ഥലത്തായതുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അതുപോലെ മറ്റൊരു വീട്, ഇതിൻ്റെ ഏകദേശം തറഭാഗം വരെ ചളി എത്തിയിട്ടുണ്ട്. ചളിയൊക്കെ പിന്നെ JCB കൊണ്ടുവന്നുകൊണ്ട് മാറ്റിയതാണ്. ഇവിടുത്തെ ആളുകൾ രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യത ഉണ്ട്. ഇത് നമ്മൾ ആ സമയത്ത് വാർത്തയിൽ ഇടം പിടിച്ചൊരു വീടാണ്. ഈ വീട്ടിലുള്ള ആളുകൾ സേഫായിട്ടുണ്ട്. ആൾ ഗൾഫിലാണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അവർ വീടിന് കാര്യമായി കേടുപാടുകളൊന്നും ഇപ്പോൾ ഇല്ല. അതേപോലെ വെള്ളാറമല സ്കൂള് നമ്മളിപ്പോൾ പോയാൽ കാണും. ഏകദേശം വലിയൊരളവിൽ ഒരു ഏരിയ മുഴുവനും കൊണ്ട് വിഴുങ്ങിയിട്ടാണ് ഈ ഉരുള് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുക നമ്മൾ ഈ കല്ലുകളൊക്കെ, ഇതൊക്കെ ഒരു വലുപ്പം നോക്കൂ നിങ്ങൾ. വലിയ വലുപ്പത്തിലുള്ള പാറക്കല്ലുകൾ. ഈ വീടുകളൊക്കെ മുകളിലേക്കാണ് ഇതൊക്കെ വീണിട്ടുള്ളത്. നിമിഷ നേരങ്ങളെ കൊണ്ട് ആ കാണുന്ന കൂനകൾക്കിടയിൽ ഒരു വാഹനങ്ങൾ കാണുന്നുണ്ട്, ടയറുകൾ കാണുന്നുണ്ട്, പാത്രങ്ങൾ, ഡ്രസ്സുകൾ. അതേപോലെ തൊട്ടപ്പുറത്ത് കാണാം ഒരു കാറിങ്ങനെ നിൽക്കുന്നത് കാണാം. കാറാന്ന് പറയാൻ പറ്റിയ കുലത്തിലല്ല അതൊന്നും അവിടെ ഉള്ളത്. അതേപോലെ സ്കൂട്ടറുകൾ. അതുപോലെ ഈ വീടുകളും വലിയ പാറക്കല്ലുകളും, ഇതൊക്കെ നമുക്ക് വലിയ പാടായിട്ട് നൽകുകയാണ്. ഈ കല്ലിൻ്റെ ഒരു വലുപ്പം, അതേപോലെ
ഒരു വീട് പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട്. ഈ വീട് കാണാം. ഒരു സ്കൂട്ടി അവിടെ കിടക്കുന്നുണ്ട്. വാട്ടർ ടാങ്ക് ഉണ്ട്. അതേപോലെ ഫ്രിഡ്ജുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ള കുട്ടികൾ അങ്ങനെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. അവർ രംഗം കാണുകയാണ്. കുറേ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു വീടാണ്. ഈ വീടിൻ്റെ ഫുൾ ഭാഗവും ചളി മൂടിയിട്ട് അവസാനം ഇത്രയും ചളി ഇവിടെ കിടക്കുന്നുണ്ട്. ഈ റൂം മുഴുവനും ചളിയാണ്. എല്ലാ റൂമിലും ചളി പൊട്ടിട്ടുണ്ട്. ഒരു വാഹനം ഇവിടെ മൂടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉടമ വന്നിട്ട് തെറ്റില്ല എന്ന് കണ്ടപ്പോൾ ഇട്ടതാണ്. കാരണം വേറൊരു ഓട്ടോറിക്ഷ, സുബ്ഹാനല്ലാഹ്, ഈ ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട്. 2 ഓട്ടോറിക്ഷ ഉണ്ട്. ഒരു ഗ്യാസ് വണ്ടിയാണ്. ആ ഓട്ടോറിക്ഷയൊക്കെ ബോളായിട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒടുങ്ങി ആകെ തൂങ്ങിക്കിടക്കുകയാണ്. ദുരന്തം ബാക്കി വെച്ചത് ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന് പറയുന്നതാണ് ശരി. ഒരുപാട് മനുഷ്യരും സ്നേഹത്തോടെ സന്തോഷത്തോടെ വളരെ പ്രതീക്ഷയോടെ ജീവിച്ച ഒരു മണ്ണ് ഇനിയും ദീർഘകാലം ജീവിക്കുമെന്നും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് എന്നെങ്കിലുമൊക്കെ അത് പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ ജീവിച്ചിരുന്ന ഒരുപാട് ആളുകൾ അവർ അതൊന്നും പൂർത്തിയാക്കാൻ കഴിയാതെ അവർ മരിച്ചു പോവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു തറയുടെ മുകളിലാണ്. ഈ തറ മാത്രം അവശേഷിച്ചു. ഒരു കല്ല് പോലും ബാക്കിയായിട്ടില്ല. ഒരു കല്ല് പോലും ബാക്കിയാവാത്ത കോലത്തിലാണ് ഇവിടെ ഈ ഒരു തറ നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഊഹിക്കാവുന്നതിലപ്പുറമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിക്കുന്നത് മനുഷ്യന് ഏറ്റവും കൂടുതൽ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണിത്. അവിടെയാണ് ദുരന്തം പെയ്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ, അതുപോലെ ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, രോഗികൾ എല്ലാം അവരൊക്കെ പോയി. ഒരുപാട് പാത്രങ്ങളുണ്ട് ഇവിടെ. ഇതൊരു അടുക്കളൻ്റെ ഭാഗമായിരിക്കും. ഒരുപാട് ഡ്രസ്സുകളും ഡ്രസ്സുകളുടെ കൂമ്പാരം, കട്ടിലുകൾ, തകർന്നു പോയ കട്ടിലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇവിടെയൊക്കെ നടക്കാൻ കഴിയാത്ത പോലെ ഒരു വാഹനം അതൊക്കെ ആകെ നശിച്ചു പോയി. ഈ വാഹനമൊക്കെ വെള്ളത്തിൽ പെട്ട് ഉരുണ്ടുരുണ്ട് മറിഞ്ഞ് ഇവിടെ ഇങ്ങനെ നിൽക്കണം. ഗ്യാസ് കുറ്റികൾ കാണാൻ പറ്റും. ഒരു പുതിയ ഗ്യാസ് കുറ്റിയാണ്, പൊട്ടിച്ചിട്ടില്ല. അതേപോലെ തന്നെ സ്കൂട്ടറുകൾ, വാഹനങ്ങൾ, ഇതെല്ലാം ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ദുരന്തം ഇവിടെ അവശേഷിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദുരന്തത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ഏതൊരു പ്രതീക്ഷയും അധ്വാനവും അതൊന്നും ശാശ്വതമല്ല എന്നുള്ള വലിയ പാഠം നമുക്ക് നൽകുകയാണ്. ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട സ്ഥലമാണ്. ജീപ്പ് ഈ പോർച്ചിൽ അതുപോലെ കിടക്കുന്നു. ഒരു സ്കൂട്ടർ, അതുപോലെ പിന്നെ ഒരുപാട് മരത്തടികൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്നൊക്കെ വെള്ളം ഉറവ് പൊട്ടുന്നുണ്ട്. അത് ഒരു പക്ഷേ ഇവിടെ കിണറുകളോ കുളങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതിൽ നിന്നുള്ളതാണ്. അവിടെയൊക്കെ ഒരുപാട് അവശേഷിപ്പുകൾ നമുക്ക് കാണുന്നുണ്ട്. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിനി അടുത്തത് വെള്ളാർമല സ്കൂളാണ്. ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് വെള്ളാർമല സ്കൂൾ. സ്കൂളിൻ്റെ ഒരു ഭാഗത്തുള്ള തറയാണ് ഈ കാണുന്നത്. അതുപോലെ ഇവിടെയാണ് ഒരുപാട് മയ്യത്തുകൾ കിട്ടിയത്. ഇവിടെ മരങ്ങൾ വന്ന് അടിഞ്ഞുകൂടി അതിനിടയിൽ നിന്ന് വളരെ സാഹസികമായി മയ്യത്തുകളെ പുറത്തെടുത്തത് നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചതാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെള്ളാർമല സ്കൂളാണ്. വളരെയധികം മനോഹരമായ സ്കൂളും പരിസരമൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്കൂളിൻ്റെ ഒക്കെ അവസ്ഥകൾ കാണുമ്പോൾ മനസ്സൊക്കെ വല്ലാതെ വേദനിച്ചു പോവുകയാണ്. ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് വലിയ കൂറ്റൻ മരങ്ങളാണ്. ആ മരങ്ങൾക്കിടയിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടുന്ന് ലഭിക്കുകയുണ്ടായി. കുട്ടികളും അധ്യാപകരൊക്കെ സന്തോഷത്തോടെ നടന്നിരുന്ന ഒരു സ്കൂൾ മുറ്റം ഇന്ന് ഒരു മരുഭൂമിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ചിരിക്കാനും കളിക്കാനും പഠിക്കാനും കുട്ടികളോ അധ്യാപകരോ ഇല്ലാത്ത ഒരവസ്ഥയാണ്. കാണുമ്പോൾ തന്നെ മനസ്സാകെ വിഷമിപ്പിച്ചു പോകും ഈ സ്കൂൾ കാണാൻ. ഒരുപാട് തലമുറ പഠിച്ച സ്കൂളാണ് ഈ സ്കൂൾ. ഒരുപാട് ഈ പ്രദേശത്തിൻ്റെ മുണ്ടക്കൈ ചൂരൽമലയുടെയും വിദ്യാഭ്യാസ ചരിത്രത്തിൽ നാഴികക്കല്ലായി പ്രവർത്തിച്ച സ്കൂളാണ് ഈ സ്കൂൾ. ഇവിടെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരൊക്കെ വളരെ സ്നേഹബന്ധമായിരുന്നു എന്നുള്ളത് ദൃസാക്ഷി അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, കേട്ട് മനസ്സിലാക്കിയ ആളുകളാണ്. ഇതിൻ്റെ പരിസരത്തിലൂടെയായിരുന്നു വെള്ളാർമല കുറച്ച് പുഴ അപ്പുറത്തൂടെ ഒഴുകിയതും. പക്ഷേ ദുരന്തമുണ്ടായപ്പോൾ ഈ പുഴ ദിശ മാറിയിട്ട് ഇപ്പോൾ ഈ വെള്ളാർമല സ്കൂളിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് ഇപ്പോൾ ഒഴുകുന്നത്. ഇവിടെ ഒരു തറ കാണാൻ കഴിയും. ഈ തറയിൽ ഇപ്പോൾ ഒരു വാഹനം കിടക്കും. നല്ല മനോഹരമായ ആഡംബര വാഹനമാണ്. ആരുടേതാണ് ആരുടെ വീടാണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഈ വാഹനത്തിൻ്റെ ഉടമയും മറ്റൊക്കെ മരിച്ചിട്ടുണ്ടാകും, ആരും അവശേഷിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ഇതാണ് വെള്ളാർമല സ്കൂൾ. ഇതിൻ്റെ അങ്ങോട്ടൊന്നും പോകാൻ നമുക്ക് വലിയ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിലും എല്ലാം അങ്ങ് തച്ചുടച്ച് അങ്ങനെ വന്നു. ഏതാനും ചില വീടുകളും വാഹനങ്ങളും മാത്രം അവശേഷിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. ഒരുപാട് മൃഗങ്ങൾ അതുപോലെ മറ്റു ജീവികളൊക്കെ ഇതിലൂടെ മരണപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരെ കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ സഹായിക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്കാരുമില്ല, അവർക്ക് മനുഷ്യ സ്നേഹം, സഹജീവി സ്നേഹം, അത് നമ്മൾ ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കേണ്ട നിർണായകമായ ഘട്ടമാണ് ഉള്ളത്. അവരെ ചേർത്ത് പിടിച്ച് അവർക്കാവശ്യമായ പിന്തുണയും അവർക്കാവശ്യമായ സപ്പോർട്ടുകളൊക്കെ നൽകി അവരെ പഴയ ജീവിതത്തിലേക്ക് നയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം സ്വസ്ഥമായ സന്തോഷദായകമായ ജീവിതം അവർക്ക് ഇനി ഇല്ല. കാരണം ഉറ്റവരുടേവരൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന ആ വന്ന പ്രയാസങ്ങളിലൊക്കെ സഹിച്ച് ക്ഷമിച്ച് ദുരന്തത്തിൽ നിന്ന് ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ട് നല്ല ഒരു നാളേക്ക് വേണ്ടി ജീവിക്കാനും സ്വപ്നം കാണാനും അവർക്ക് പ്രാപ്തമാക്കട്ടെ, അവർക്കതിനുള്ള കഴിവുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അവരുടെ സർവൈശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സ്കൂള് നേരിട്ട് കാണണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഇവിടെ പൂർത്തിയായി. ഒരു സന്തോഷവും വരുന്നില്ല. പിന്നെ നമുക്ക് ഹൃദയം മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഹൃദയം വിഷമം പ്രയാസമൊക്കെ കൂടുതലുണ്ടാകുന്ന സമയത്ത് അത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥക്കാണ് മരവിപ്പ് എന്നറിയാം. മരവിച്ചു പോവുക. കാരണം ഈ ബിൽഡിങ്ങിൻ്റെ ജനലിൻ്റെ സൺഷെയ്ഡുമേലൊക്കെ തന്നെ മരം തങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഈ മരമൊക്കെ എത്ര ഉയരത്തിലാണ് ഇതിലൂടെ ഒഴുകിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു, ഒരുപാട് സമ്പത്തുകൾ പോയി. ഭർത്താക്കന്മാരില്ലാത്തവർ, ഭാര്യമാരില്ലാത്തവർ, പിതാക്കന്മാരില്ലാത്തവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ ജീവിതത്തിൽ ഇണയും തുണയുമായി ജീവിച്ചിരുന്നവർ, ഉറ്റവരുടയവർ, കൂടപ്പിറപ്പുകളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഹതഭാഗ്യരായ ജനത, അവരൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത സഹതാപം തോന്നുന്നു. അള്ളാഹു അവരെ എന്നേക്ക് സന്തോഷത്തിൻ്റെ അയൽക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. അവർക്കൊക്കെ റായത്തു സന്തോഷമൊക്കെ അള്ളാഹു നൽകട്ടെ.
ഈ സ്കൂളിൻ്റെ മനോഹരമായ പിൻഭാഗത്ത് കാര്യമായി പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ മുൻഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് ദുരന്തത്തിൻ്റെ ആപ്തി കുറച്ച് കുറഞ്ഞു വന്ന് ഇതുവരെ സ്കൂളിൻ്റെ അവിടം വരെ നല്ല ശക്തി ഉണ്ടായിരുന്നു. ഇവിടെ റോഡൊക്കെ മുങ്ങിയിരുന്നു. പിന്നെ റോഡ് JCB ഉപയോഗിച്ചുകൊണ്ട് സൗകര്യപ്പെടുത്തിയതാണ്. രണ്ട് ഭാഗത്തേക്ക് മണ്ണ് നീക്കിയിട്ട്. ഇവിടെ കടകളൊക്കെ ഉണ്ട്. ചുരൽമല താഴെ കടകളൊക്കെ വെള്ളം കയറി മണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷ ആരുടേതെന്ന് അറിയില്ല, അതിൻ്റെ കോലമാണ് ഈ രൂപത്തിലുള്ളത്. ഇങ്ങനെ സർവസ്വം നഷ്ടപ്പെട്ട് എല്ലാം തകർത്തെറിഞ്ഞ ഒരു ദുരന്തം, ഉരുൾപൊട്ടൽ അത് 2024 ജൂലൈ 30 രാത്രിയിൽ സംഭവിച്ചിരിക്കുന്നു. എല്ലാ കഷ്ടപ്പാടനുഭവിക്കുന്ന ആളുകളുടെ കൂടെയും നമ്മളെല്ലാവരും ഉണ്ട് എന്ന് ഉറപ്പ് നൽകി ഇൻഷാ അല്ലാഹ് മറ്റൊരു ലൈവിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.